ഹലോ നമസ്കാരം. നിങ്ങൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൻ്റെ വിന്നറായിട്ട് അനുമോളെ പ്രഖ്യാപിച്ചത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഏത് വകയിലാണ് അവൾക്ക് ആ ഒരു ട്രോഫി കൊടുത്തതെന്ന് മനസ്സിലാവണില്ല. കാരണം ഇതുവരെ ചിത്രത്തിലില്ലാത്ത ഒരാൾ പെട്ടെന്ന് ബിഗ് ബോസിൻ്റെ വിന്നറാവുമ്പോൾ നമുക്ക് പോലും ഞെട്ടലാണ്. ശരിക്കും ഈ ഒരു ബിഗ് ബോസിൻ്റെ വിന്നർ ആവേണ്ടിയിരുന്നത് ഒന്നെങ്കിൽ അനീഷ് അല്ലെങ്കിൽ നൂറ. ഇവർ രണ്ട് പേരിൽ ഒരാൾ നിർബന്ധമായിട്ടും ഫസ്റ്റ് സ്പോട്ടിൽ വരേണ്ടതാണ്. പക്ഷേ ട്രോഫി കിട്ടിയത് ആർക്കാന്ന് വെച്ചാൽ അനുമോളിൽ വലിയ കോമൺ ആയിട്ടുണ്ട്. കാരണം എന്താ അറിയോ, ഈ അനുമോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആള് പല ഷോയിലും പിന്നെ ആങ്കറായിട്ടും അതേപോലെ തന്നെ പല പ്രോഗ്രാംസും TV പ്രോഗ്രാംസ് ആയിട്ടും മറ്റേതായിട്ടും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആവും. അല്ലാതെ ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബിഗ് ബോസിൽ അനുമോൾ വിന്നറാവേണ്ടതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന അനീഷനെ കേട്ടോ, ഒരു സംശയം വേണ്ട, അല്ലെങ്കിൽ നൂറ. പക്ഷേ വളരെ കരുതിക്കൂട്ടിയാണോ അതോ ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇവർ രണ്ടുപേരും പുറത്തയക്കുക. എന്ത് രസം! എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതുവരെ നല്ല ടോപ്പ് പെർഫോമൻസിൽ നല്ല പോയിന്റ്സ് കിട്ടിയിട്ടുള്ള രണ്ട് മത്സരാർത്ഥികൾ പെട്ടെന്നാണ്ട് ചിത്രത്തിൽ നിന്ന് തന്നെയാണ്ട് ഇല്ലാണ്ടാവാണ്. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നൂറിൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് നോക്കി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ മാറ്റി നിർത്താം. നൂറ പിന്നെ ആ ഒരു പിന്നെന്താ പറയുക, ആ ഒരു കമ്മ്യൂണിറ്റി പെട്ട ആളാണ്, നമ്മളെ പറയണില്ല. അതെന്തോ ആയിക്കോട്ടെ, അതൊക്കെ ഓരോ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ ഓരോ പെർഫോമൻസാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും നൂറ ഈ ഒരു ബിഗ് ബോസിൻ്റെ വിന്നർ ആവേണ്ടതാണ്. 101%. അല്ലെങ്കിൽ അനീഷ്, രണ്ടിലൊരാൾ ആർക്കെങ്കിലും കൊടുത്തു. പക്ഷെ നമുക്ക് അതേ അറിയായിരുന്നു ഇത് ഇങ്ങനെ തന്നെ വരുള്ളൂ എന്ന്. കാര്യങ്ങളുടെ പോക്ക് കണ്ടപ്പോൾ തന്നെ ഏകദേശമൊക്കെ ഉറപ്പായിരുന്നു. ആ ഒരു PR-ഉം പരസ്യപ്പെടുത്തലും ബാക്കിയുള്ള തള്ളി മറിക്കലൊക്കെ കണ്ടപ്പോൾ തന്നെ ഉറപ്പായിരുന്നു ഈ ഒരു അനുമോൾ തന്നെ ഈ ഒരു ബിഗ് ബോസ് എടുക്കുന്നു. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ തന്നെ വരുള്ളൂ. നമുക്കറിയാമല്ലോ കഴിഞ്ഞ സീസണിലൊക്കെ, ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒക്കെ ഒരു പരിണിത ഫലം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിലൊക്കെ ഒന്നും വിശ്വാസമില്ലാതെ ആയി പോവാണ്. കാരണം ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും. പക്ഷെ അവർക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഇതിങ്ങനെ ഈ ഒരുമാതിരി സ്ക്രിപ്റ്റ് അടിച്ചിട്ട് പലരെ കൊണ്ടും PR ചെയ്യിപ്പിച്ചിട്ട് ആ ലാസ്റ്റ് അനുമോൾക്ക് തന്നെ എന്നാൽ ഫസ്റ്റ് തന്നെയാണ് കൊടുത്താൽ പോരെയെന്നോ നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. ശരിക്കും നമ്മളെ നൂറ് അല്ലെങ്കിൽ അനീഷൊക്കെ എടുക്കേണ്ട ആ ഒരു ട്രോഫി അർഹതപ്പെട്ടതിൽ നിന്ന് തട്ടി മാറ്റിപ്പോയി. അത് നമ്മളൊന്ന് അറിയിക്കുകയാണ്. ഏതായാലും നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അത്ര പറയാനുള്ളൂ. ആവശ്യത്തെ ബിഗ് ബോസ് ഒന്നെങ്കിൽ അനീഷിനോ അല്ലെങ്കിൽ നൂറക്കോ ആദിലൊക്കെയാണ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അവരുടെ പ്രശസ്തി ചിലപ്പോൾ അനുമോളുടെ അത്ര പ്രശസ്തി ഉണ്ടാവില്ല. അനുമോൾ ഒരുപാട് പ്രോഗ്രാംസ് അവതരിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരായിട്ട് കണക്ഷൻസ് ഉണ്ട്. അനുമോൾക്ക് യാതൊരു അർഹതയും ബിഗ് ബോസ് നേടാനുള്ള ഇല്ല. ശരിക്കും ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കിട്ടേണ്ടത് നൂറക്കായിരുന്നു അല്ലെങ്കിൽ അനീഷിനായിരുന്നു. കാരണം നൂറ ആദില ഇവർ പ്രത്യേക ഒരു വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടാകാം ചിലപ്പോൾ ബിഗ് ബോസിൽ നിന്ന് തഴയപ്പെട്ടത്. അല്ലെങ്കിൽ തീർച്ചയായും 1-2 സ്പോട്ട് കിട്ടേണ്ട ആളാണ് നൂറ. അത്രക്കും മികച്ച പെർഫോമൻസ് നൂറ ബിഗ് ബോസിൽ പുറത്തെടുത്തിട്ടുണ്ട്. സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് നൂറയും ആദിലയും പരിചയപ്പെട്ടിട്ടുള്ളത്. പിന്നെ കോഴിക്കോട് ഒരു കോളേജിൽ വെച്ചിട്ട് കൂടുതൽ പരിചയമൊക്കെ, അതൊക്കെ ഓരോ കഥ, അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ബിഗ് ബോസിൽ എങ്ങനെ പെർഫോം ചെയ്തു, ആ ഒരു പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനമോ 2ാം സ്ഥാനമോ നൂറൊക്കെ കൊടുക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. അനുമോൾക്ക് ബിഗ് ബോസ് നേടാനുള്ള യാതൊരു അർഹതയില്ല സുഹൃത്തുക്കളെ. ഉള്ളത് പറയാലോ, ഒരു സംശയം വേണ്ട. കാരണം അവരുടെ പ്രശസ്തിയും പേരും തന്നെയാണ് ബിഗ് ബോസ് കിട്ടാനുള്ള അവർക്കുള്ള അർഹത. അല്ലാതെ ഒരു പെർഫോമൻസും അവരിൽ നിന്നുണ്ടായിട്ടില്ല. ശരിക്കും അനീഷോ അല്ലെങ്കിൽ നൂറയാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് വിന്നർ ആവേണ്ടിയിരുന്നത്. ശരിക്കും ഒരു ചതിയുടെ ഒരു കാര്യം ഇതിൽ നടന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.